കുറച്ച് ചിക്കന്റെ ബ്രസ്റ്റ് പീസ് ഒക്കെ കൈ പിടിച്ചുകൊണ്ട് ഇത് എന്നത്തിനുള്ള പരിപാടിയാന്നായിരിക്കും അല്ലേ. ഒരു സ്റ്റാർട്ടർ ഉണ്ടാക്കി കാണിച്ചിട്ടെ. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റാർട്ടർ ആണ് കേട്ടോ. ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേനും നമുക്ക് കൊടുക്കാം. ഈ കട്ട്ലേറ്റ് ഒക്കെ കൊടുക്കുന്നതിന് പകരം നല്ല അടിപൊളിയായിട്ട് ഒരു സംഭവം കാണിച്ചു തരാം. എന്നാണെന്ന് നോക്കാം. വായോ. ഞാൻ 4 പീസാ ബ്രെഡ് പീസ് എടുത്ത് വെച്ചേക്കുന്നത്. ഇത്രയും വേണ്ട കേട്ടോ. നമുക്ക് ഇതിന്റെ ഈ ബോണില്ലേ മാറ്റിയിട്ട് ഇങ്ങനെ കേട്ടോ സ്ലൈസ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിനെ ഒന്ന് ഷേപ്പ് ചെയ്യണം. ഇങ്ങനെ ചെറിയ പീസാക്കണേ. ഏത് ഷേപ്പിൽ വേണേലും എടുക്കാം. ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ ചിക്കൻ്റെ ബോൺലെസ് ചിക്കൻ എല്ലാം കൂടെ എടുത്തോണ്ട് വന്നിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് ചതയ്ക്കണേ. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ചുറ്റികയോ ഇങ്ങനെ പല സാധനങ്ങളും ഉണ്ടാവുമല്ലോ, അതുണ്ടെങ്കിൽ അത് വെച്ചിട്ട് കുറച്ചും കൂടെ സോഫ്റ്റ് ആകാനും ഞാൻ ഈ കുഞ്ഞ് അമ്മിക്കല്ല് വെച്ചിട്ടാണ് ചതയ്ക്കുന്നത് കേട്ടോ. ഞാൻ ഇങ്ങനെ ഒന്ന് ഇടിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് വിധേനയാണ് ഇങ്ങനെ ഒന്ന് പരത്താൻ പരുവത്തിലുള്ള അത് വെച്ചിട്ട് വെച്ചു. ഫോർക്ക് വെച്ചിട്ട് കുത്തുവോ അങ്ങനെ ഒന്ന് കുത്തി കുത്തി ആണേലും ഇതിൻ്റെ ഉള്ളിലെല്ലാം മസാല പരട്ടണം. ഒന്ന് ഷേപ്പായി കിട്ടണം. അത്രേ ഉള്ളൂ കേട്ടോ. ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നത് എന്താണെന്നറിയോ? കുറച്ച് ചെറുനാരങ്ങ നീര്. ഇത് 2 ചെറുനാരങ്ങ പിഴിഞ്ഞ് വെച്ചേക്കുക. കുറച്ച് ചെറുനാരങ്ങ നീരും കുറച്ച് ഉപ്പും കൂടെ ചിക്കനേലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് ഉപ്പും കൂടെ ഒന്ന് പുരട്ടി ഇതൊരു അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ. നമ്മൾ അരച്ചെടുക്കാനുള്ളതാണ്. ഇതിനൊരു മസാല വേണം. കാന്താരിമുളക് എടുത്തേക്കുന്നത്. എരിവിന് പാകത്തിന് കാന്താരിമുളക്, പുതിന ഒരു പിടുത്തം എടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലിച്ചപ്പ് ഒരു പിടുത്തം, 10-12 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 6 ചെറിയുള്ളി. ഇത്രയും സാധനം നമുക്ക് നന്നായിട്ടൊന്ന് അരയ്ക്കണം. ഈ ചെറുനാരങ്ങ നീരും ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ. പിന്നെ നമുക്ക് വേണ്ടത് മൈദയാണ് കേട്ടോ. പിന്നെ ബ്രെഡാണ് പൊടിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ 3 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ പുറകെ കാണിച്ചു തരാം. ആദ്യമേ ഇത് അരച്ചെടുത്തിട്ട് കേട്ടെ. ചെറുനാരങ്ങയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂറായില്ല, ഒരു 15 മിനിറ്റ് ഒക്കെ ആയി കേട്ടോ. ഇനി നമുക്ക് ഇതേന്ന് കുറച്ച് മസാലയും നമ്മൾ അരച്ചു കൊണ്ടുവന്ന മസാലയാണിത് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും കാന്താരിയും മല്ലിച്ചപ്പും പുതിനയും എല്ലാം കൂടെ അരച്ചെടുത്തോണ്ട് വന്ന നമ്മുടെ ചെറിയുള്ളിയൊക്കെ ഉണ്ടായിരുന്നു. പേസ്റ്റ് കുറച്ച് ഇതേലൊന്ന് പിടിപ്പിച്ചു വെക്കണേ തേച്ച്. നമുക്ക് വേറൊരു ആവശ്യമുണ്ട്. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണേ. ഇനിയില്ലേ ഇതും ഒരു 15 മിനിറ്റ് അവിടെ ഇരിക്കണം കേട്ടോ. നല്ല പോലെ ഒന്നുകിൽ ഫ്രീസറിലൊന്നും എടുത്ത് വെച്ചാലും കുഴപ്പമില്ല. നല്ല പോലെ ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഇത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത് ഇതൊരു ആവശ്യമുണ്ട്, ലാസ്റ്റ് കാണിച്ചു തരാവേ. അപ്പോൾ ഇത് വേറെ അവിടെ ഇരിക്കട്ടെ. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാം. ഇനി നമ്മുടെ മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് വയ്ക്കണേ. 10-15 മിനിറ്റ് ഒക്കെ ഇരുന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നാണെന്നറിയോ? മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബ്രെഡ് ക്രംസ് ഉണ്ട്, മൈദയാണ്. ഓരോ പീസ് ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക. മൈദയിൽ ഇങ്ങനെ ഒന്ന് മുക്കി നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തു. കണ്ടോ? നമ്മൾ മുട്ടയിലൊന്ന് മുക്കി പൊക്കി ബ്രെഡ് പൊടിയിൽ മുക്കി ഇനി ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ച് നമ്മുടെ ചിക്കൻ താണ്ടത് മൈദയിൽ മുക്കി, അത് കഴിഞ്ഞിട്ട് നമ്മൾ മുട്ടയിൽ മുക്കി, ബ്രെഡ് പൊടിയിലൊക്കെ മുക്കി ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ഞാനൊരു ചെറിയ ചീനച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. വറക്കാൻ ആവശ്യമുള്ള എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ തീ അങ്ങ് കുറയ്ക്കണേ.
എന്നിട്ട് ഓരോ പീസ് ഇട്ട് കൊടുക്കാം. ചിക്കൻ വേകണം, അതുകൊണ്ട് തന്നെ തീ കുറച്ച് നല്ലപോലെ തീ കുറയ്ക്കണം. നല്ലപോലെ എണ്ണ ചൂടായിട്ട് നല്ലപോലെ തീ കുറച്ചിട്ടിട്ട് വേവിച്ചെടുക്കണം. എല്ലാ പീസും ഇങ്ങനെ വറുത്ത് കോരിയെടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മസാല നമ്മൾ മാറ്റി വെച്ചില്ലേ, അതിനകത്തോട്ട് കട്ട തൈര്, പുളിയില്ലാത്ത കട്ട തൈര് ഒഴിക്കണം കേട്ടോ. ഇതിനൊരു ഡിപ്പാണേ. എന്നിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കണം. വലിയവർ കഴിക്കണം. അത് എന്നാന്ന് ചോദിച്ചാൽ നല്ല ഒരു വെറൈറ്റി ടേസ്റ്റുമാണ്. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഉള്ളി ചിക്കൻ ആയതുകൊണ്ടേ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇതാ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നമ്മുടെ ഈ ഡിപ്പിൽ മുക്കിയിട്ട് കണ്ടോ, ഉള്ളല്ലോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഞാനിതിങ്ങനെ വറുത്തോണ്ടിരിക്കുകയും കൂടെയാ. കാര്യം ചെയ്ത് ചൂടോടെ കഴിക്കണം. ചിക്കനൊക്കെ അത്ര സോഫ്റ്റ് ആവുക കണ്ടോ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കുമേ. ബൈ.